Hello guys, welcome back to our YouTube channel. നമ്മൾ ഇന്ന് കോട്ടയത്തേക്ക് പോവാണ്. ഒരു ചെറിയൊരു യാത്ര. ഓൾറെഡി ഉറങ്ങി. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അടിമാലി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ചുമ്മാ സ്കൂൾ തുടങ്ങാറായി. പിള്ളേർക്ക് സ്കൂൾ തുടങ്ങാറായി. പിന്നെ എനിക്ക് എൻ്റെ ഡ്യൂട്ടിയിൽ നൈറ്റ് കഴിഞ്ഞ് നൈറ്റ് ഓഫാണുള്ള ദിവസം. അപ്പോൾ നമ്മൾ വിചാരിച്ചു കോട്ടയത്ത് തറവാട്ടിൽ പോവാണ്. തറവാട്ട് പിന്നെ അച്ഛയുടെ വീട്. സോ അതാണ് നമ്മുടെ തറവാട്. തറവാട് പോലും അറിയാൻ പാടില്ല. പിന്നെ എല്ലാം പറഞ്ഞ അതെ 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 അല്ല ഏറ്റുമാനൂര് അതുകൊണ്ടാ കവലാന്നൊന്നും പറയണ്ട. അതായത് കോട്ടയം കുറവലങ്ങാട്. കുറവലങ്ങാടാണ് നമ്മുടെ ഇടവപ്പള്ളി അമ്മയുടെ ഒക്കെ ഇടവ്. കുറവലങ്ങാട് കടപ്പൂര്. ശരിക്കുള്ള പ്ലേസ് കടപ്പൂര്. ശരിയാ, കടപ്പൂര്. നിങ്ങൾ തന്നെ ഈ കൂടല്ലൂർ കവലയൊക്കെ വന്നിട്ട് അതെന്നെ പാവ പരീക്ഷ പോയപ്പോഴേക്കേ അത് തന്നെയല്ല, അവിടെ കുറച്ച് അധികം വീടുകളുള്ളതുകൊണ്ട് എല്ലാ വീടുകളും പോകുന്നതുകൊണ്ട് അതില്ല. പല വീടുകളും പലയിടത്തായതുകൊണ്ട് അടുത്തുള്ളതുകൊണ്ടൊക്കെ എന്താണേലും അങ്ങോട്ട് പോവാണ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അതാണ് നമ്മുടെ പാർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ ഈ വീഡിയോ പാർട്ടായിട്ടേക്ക് പോസ്റ്റ് ചെയ്യുക. കാരണം ഒത്തിരി ലെങ്തി വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ നമുക്ക് നമ്മുടെ ജേർണി കാണിക്കാം. നമ്മുടെ ജേർണി നമുക്ക് തുടങ്ങാം. യെസ്. വാട്ടർഫോൾസ്. ഇതിന് അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ വെള്ളമില്ല. വെള്ളമില്ലല്ലോ വെച്ചേ. വെള്ളമില്ല, വെള്ളമില്ല, ഒട്ടുമില്ല. വളരെ ചെറുതായിട്ട് ആണ് വെള്ളമുള്ളൂ. പറ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആക്ച്വലി ഈ ഭാഗത്ത് മൈക്ക് ഓണാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മൈക്ക് ഓഫായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതൊന്നും കേട്ടില്ല. അപ്പം ഇത് നമ്മുടെ സൂപ്പർ ഹിറ്റ് മൂവിയായ തുടരുമില്ലേ മോഹൻലാലിൻ്റെ, അപ്പോൾ ആ സിനിമയുടെ ഷൂട്ട് നടന്ന സ്ഥലമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ ഓരോ സ്ഥലം കാണിച്ചു തരികയാണ്. തൊടുപുഴയിലാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഈ സ്ഥലത്തിൽ കൂടെയാണ് അവർ ബൈക്കിന് പോയത് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അച്ഛക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മെമ്മറിയാണത്. അപ്പം അത് അച്ഛൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇവിടെയായിരുന്നു ഞങ്ങൾ നിന്നത് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്.
അങ്ങനെ അവസാനം നമ്മളവിടെ എത്തിയിട്ടോ ഗൈസ്. പിന്നെ ഈ മൈക്ക് പറയുന്നത് വെച്ചാൽ നമ്മൾ അന്നേരം പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അന്നേരം നമ്മുടെ മൈക്ക് ഓണല്ലായിരുന്നു, നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഈ വഴി എത്ര സെറ്റല്ലായിരുന്നു, ചിലപ്പോൾ അടി തട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മളെല്ലാവരും ഇറങ്ങി നടന്നു. ശരിക്കും നമ്മളവിടെ എത്തിയായിരുന്നു. എത്തിക്കഴിഞ്ഞ് നമ്മൾ 10 മണിയായപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 11 മണി ഇപ്പോൾ നേരിമംഗലം എത്തി. 1:45 2 മണിയായപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലെത്തിട്ടോ. ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതൊരു ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. കണ്ടോ, ഇത്രയും വലിയ ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ അച്ഛൻ ഓൾറെഡി വണ്ടിയിൽ പോയി അവിടെ ബാഗ് എടുക്കാതെ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് ബാഗ് എടുത്തു. ഇതാണ് ആൻറ്റി, അച്ഛയുടെ ആൻറ്റിയാണ്. നമ്മുടെ അവരുടെ വീട്ടിലാണ് നമ്മൾ എപ്പോൾ വന്നാലും നിൽക്കാറ്. അപ്പോൾ അങ്ങനെ വന്നു. ആൻറ്റി നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മൾ വന്നു. ഒത്തിരി ചൂടൊന്നുമില്ലായിരുന്നു. നമുക്ക് അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കിയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും, ഇത്രയും ചൂടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് വിചാരിച്ചു ഒത്തിരി ചൂടായിരിക്കുന്നു, പക്ഷെ അധികം ചൂടൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ എത്തി, സെറ്റായി, എല്ലാവരും കയറി. അച്ഛ ഫസ്റ്റ് വന്നിട്ട് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ലാസ്റ്റ് ആയിപ്പോയി. കണ്ടോ, അച്ഛൻ്റെ ഒരു ബാഗ് പോലും ഇല്ല. നമ്മളെല്ലാവരും മാറി മാറി എടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. കുറേ നാളുകൂടെ വരുന്നത്, വെക്കേഷനായിട്ട് നമ്മൾ എന്നാണ് നമുക്കിവിടെ വരാനുള്ളൊരു ചാൻസ് കിട്ടിയത്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തു. എനിക്ക് ഓൾറെഡി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്നു, വർത്താനവും വിശേഷമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ ഉള്ള ഒരു റെസ്റ്റിംഗ് ടൈമാണിത്. നമ്മൾ ഇത്രയും ലോങ് ജേർണി അല്ലായിരുന്നു. എൻ്റെ ഇടയ്ക്ക് സൈഡിൽ കൂടെ ക്യാമറ കണ്ടപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അച്ഛയമ്മ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി അച്ചായി അതെ മൺകലത്തിൽ ഇതിനകത്തൊക്കെ ഉണ്ടാക്കിയത് ആദ്യം ഏറ്റവും കൂടെ ഉണ്ടാക്കുന്നത് നോക്ക്, അടുപ്പ വെറുതെ എത്തിച്ച് ഉണ്ടാക്കണം. ഇത് നല്ല രസമാണ്. കറക്റ്റ്. ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ആൻറ്റിയുടെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ. ഞങ്ങൾ തിണ്ണയിരുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തിണ്ണൽ ചോറും ഞങ്ങളിത് ചേച്ചി കറി, അടുത്ത കറി കൊണ്ടുവരുന്നു. എന്നാ കറി ചേച്ചി? മോര് കാച്ചിയത്. ഹൃദു അത് കാണിച്ചേ. അമ്മ കാണിച്ചു തന്നെ കൊണ്ടുവന്നു. ഇത് നമ്മുടെ തലയിലും പൂ മുളക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും. അപ്പം ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അച്ഛൻ ഞങ്ങൾക്കാണെങ്കിൽ കുറേ ലേസും കടലയും മിഠായിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അത് കഴിച്ച് തീർക്കണം. അപ്പോൾ കുഞ്ഞിനെ ഓട്ടക്കണ്ടിട്ട് നോക്കുന്നതാണ്, തിന്നുന്ന കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം കഴിപ്പ് നിർത്തിയതാട്ടോ അത്. പക്ഷേ ഒരു പാക്കറ്റ് തീർത്തിട്ടാണ് അവന് കള്ളനോട്ടം. ഇതതിന് ശേഷം കഴിച്ച് എനിക്കൊരു ടാസ്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാടിൻ്റെ ഉള്ളിൽ, നിങ്ങൾ ആ ഡെയിലി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രി ആകുമ്പോഴത്തേനും അവിടെ മരപ്പെട്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ കുരുന്നരി ഇറങ്ങുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാവും ഓടിക്കുന്നതൊക്കെ പറഞ്ഞ് ഇവരെന്നെ പേടിപ്പിച്ചു. എന്നിട്ട് ഇവരെനിക്ക് ടാസ്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല. അങ്ങനെ അവർക്ക് ടാസ്ക് എന്നാണ് ഗൈസ്. അവിടെ പോയി ഈ ഒരു കീ അല്ല ഒരു ചാർജറുണ്ട്, അത് എടുത്തുകൊണ്ട് തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. നിങ്ങളിത് കണ്ടു നോക്കൂ. അവരെന്നെ പേടിത്തൊണ്ടിന്ന് വിളിച്ചവിടെ എന്താണ്ട് ഒച്ചയൊക്കെ കേൾപ്പിക്കുകയാണേ. തെണ്ടികൾ ദേ അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാവോ? കണ്ടോ, നമ്മൾ ടാസ്ക് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ
പോവാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാർജർ എടുപ്പുണ്ട്, അത് എടുക്കാനുള്ളതാണ് ടാസ്ക്. കംപ്ലീറ്റഡ്. ചുറ്റിനും ഭയങ്കര കാടാണ്. അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ദൈവമേ, എന്നതൊക്കെ പോലെ എന്തിനൊക്കെ തോന്നുന്നു. നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ തോന്നറിയാം നമുക്ക്. ഇതൊക്കെ എങ്ങനെ പിടിച്ച്. ആക്ച്വലി എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. നമുക്ക് വണ്ടി ലോക്ക് ചെയ്യും. യെസ്, നമ്മൾ ഇന്ന് കിട്ടുന്നുണ്ടോ? സക്സസ്ഫുള്ളി കംപ്ലീറ്റ് വൺ ഗൈസ്. തെണ്ടികൾ വീടിൻ്റെ വാതിലടിച്ച് പാട്ടി പിള്ളേര്. നിങ്ങൾക്ക് കാണാമോ ഗൈസ്? ഇത് നോക്ക്, നിങ്ങൾ ഈ വഴി ഒന്ന് കാണൂ. ഇത്രയും കാടിൻ്റെ ഇടയ്ക്കിടപ്പോൾ ഇതും കൂടെ നോക്ക്. ആ കാണുന്ന വീട് തെണ്ടികളെ ഫ്രണ്ടിലത്തെ വാതിലും അടച്ച് ഡോറും ലോക്ക് ചെയ്തു. പല സൗണ്ട് കേൾപ്പിച്ച് തന്നെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സക്സസ്ഫുള്ളി നമ്മളിവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് സോളച്ചനാണെങ്കിൽ വേഫേഴ്സും സ്നിക്കേഴ്സും കുറേ മിഠായിക്ക് ഇട്ട് പിന്നെയും വന്നു. സോളച്ചൻ എന്ന് പറയുന്നത് ഞാൻ അപ്പൻ്റെ അനിയനാണ്, ഏറ്റവും ഇളയനാണ്. അതുകൊണ്ട് അത്ര പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനായിട്ട്. ഇതൊക്കെ തീർത്ത് പൈനാപ്പിളും ഒക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. ബൈ ബൈ, താങ്ക് യു ഗൈസ്.